ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനൂസ് കുക്കറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ, ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നോക്കാമേ. ഞാനിവിടെ 700 ഗ്രാം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും പുരട്ടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണിത്. ഇനി നമ്മുടെ ചിക്കൻ റോസ്റ്റിലേക്ക് വേണ്ട മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതിലേക്ക് ഞാനൊരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഏലക്ക, ഒരു പകുതി ജാതിപത്രി. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു 3 പീസ് പട്ട, ഒരു 7 ഗ്രാമ്പു. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ ഒരു 5-6 ഉള്ളി. അപ്പൊ അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇടാട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സൈസിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10-12 വെളുത്തുള്ളിയാണ്. അപ്പൊ അതും കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതുവരെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ മസാലയുടെ അരപ്പ്. അപ്പൊ ഞാൻ ഈ മിക്സിയിൽ ഇട്ടിട്ട് അടിക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇത് ചിക്കനിലേക്ക് പരത്തി കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ചിക്കൻ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ ഞാനതൊന്ന് മൂടി വെക്കുന്നുണ്ട്. നമ്മൾ മസാല കഴിച്ചിട്ടുള്ള അതേ പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കനും സവാളയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പൊ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പൊ ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് നമുക്കത് ഇളക്കി കൊടുക്കണേ. നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിന്റെ ഉള്ളിൽ ഇട്ടാൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇതൊരു ഗ്രേവി പോലെയാവും. അപ്പൊ ഞാനിവിടെ ചിക്കൻ റോസ്റ്റ് പോലെയാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിന്റെ ഇടയിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നീക്കാം. അപ്പൊ ഞാൻ ചിക്കൻ റോസ്റ്റ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണേ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ്. അപ്പൊ അത് തീർച്ചയായും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണേ. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണേ. ഒരു ഭംഗിക്കായിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.